ഗൈസ് ഇതിലൂടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. കുറേ നേരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ ഇന്ന് തിരക്ക് കുറവാണ് തോന്നുന്നു. കുറച്ച് ആളുകളെ ഇവിടെ കാണാനുള്ളൂ കേട്ടോ. നല്ല ശക്തിയായിട്ട് കാറ്റ് വീശുന്നുണ്ട്, തിരമാല വരുന്നുണ്ട്, ആ സൈഡിൽ മീൻ പിടിക്കുന്നുണ്ട്. ഗൈസ് അപ്പം ഞാനിപ്പോൾ ഉള്ളത് തിരൂരുള്ള പറവണ്ണ ബീച്ചിലാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്, ഒരു ചേട്ടൻ അവിടെ വലയിടാണ് കേട്ടോ. അപ്പം നമ്മൾ ലൈവായിട്ട് മീൻ പിടിക്കുന്നത് കാണാൻ പോവാണ് കേട്ടോ. രാവിലെ മുതലേ മീൻ പിടിക്കാൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ടോ ഈ ചേട്ടൻ. അപ്പോൾ എനിക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പുറത്തെ സൈഡിലും ഇതുപോലെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഇവിടെ നല്ല മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ മീനൊന്നും അങ്ങനെ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. മീനായിട്ടുണ്ടോ? ഇതെന്ത് മീനാ? ഇതെന്ത് മീനാ? കോരയാണോ? കോര മീനാണ്. ഇപ്പം നല്ല ശക്തിയിൽ തിരമാല വരുന്നുണ്ട് കേട്ടോ. ഞാൻ വന്ന സമയത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മഴയില്ല കേട്ടോ. ഇന്ന് എന്തോ ഭാഗ്യം കൊണ്ട് മഴയൊന്നുമില്ല, ചെറുതായിട്ട് വെയിലുണ്ട്. തിരൂർ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. തിരൂർ വന്നാൽ ഉണ്ണിയാൽ ബീച്ച് എന്ന് പറയുന്ന വേറൊരു ബീച്ച് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. പക്ഷെ അതിനേക്കാട്ടിലും അടുത്താണ് ഈ ഒരു ബീച്ച് കിടക്കുന്നത്. ഈ ബീച്ച് കാണാൻ വരുന്നവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും. നല്ല അടിപൊളി സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു മരം ഒക്കെ നിറഞ്ഞ ഒരു ഭാഗം ഈ ഒരു ബീച്ചിൻ്റെ എവിടെയോ ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഇവിടെ വരുമ്പോൾ നല്ല അതിശയമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണാൻ പറ്റുക. പക്ഷേ ഇവിടെ ഈ തീരദേശത്തിൻ്റെ എടുത്ത് താമസിക്കുന്നവർക്ക് വെള്ളമൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ആരെങ്കിലും ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മഴയൊക്കെ നിന്നതിന് ശേഷം വരികയായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. കാരണം ഇപ്പം നല്ല രീതിക്ക് വെള്ളം കുറച്ച് കയറിയിട്ടുണ്ട്. മാത്രമല്ല ഞാനിതിലൂടെ നടക്കുമ്പോൾ ഒരുപാട് ഷെല്ലുകൾ എനിക്ക് കാണാൻ പറ്റിയിട്ടോ. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷെല്ലുകൾ ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ ഈ ഷെല്ലുകളൊക്കെ വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത്. മുന്നോട്ട് പോകുന്തോറും വെറും ഈ ഷെല്ലിൻ്റെ ഭാഗങ്ങൾ മാത്രമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഇത് കണ്ടപ്പോൾ. പിന്നെ വേറെ കിട്ടിയൊരു ഷെല്ലാണ് കേട്ടോ ഇത്. ഞാനിതുപോലെ കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ മുന്നേ പോയിട്ടുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മഴക്കാലം ആയതുകൊണ്ടായിരിക്കും ഇവിടെ തിരക്കൊക്കെ ഇന്ന് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. മിക്കവാറും ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു മഴ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ആ ടൈം ആകുമ്പോഴേക്കും എനിക്ക് വീഡിയോസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കണം എന്നുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും വെള്ളത്തേക്ക് ഇറങ്ങുന്നില്ല കേട്ടോ. ഈ ഒരു കാഴ്ചനെ കണ്ടു നിൽക്കാൻ മാത്രമാണ് എനിക്കിപ്പോൾ ഇഷ്ടം. കാരണം ഒന്നാമത് വെള്ളം കയറിയിരിക്കുകയല്ലേ. പിന്നെ ഇതാ ഞാൻ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ഒരു ചേട്ടൻ ഇവിടെ മീനൊക്കെ പിടിച്ച് ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഈ വെയിലത്ത് അവർ ഇത് ഉണക്കാൻ ഇട്ടതാണെന്ന് പറഞ്ഞു. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ചേട്ടൻ അവിടെ അതിന് കാവലിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഗൂഗിളിൽ കണ്ടിട്ടുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയത് കേട്ടോ. ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട്. അവിടെ കണ്ടത് ഇതാ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ബോട്ടും അതുപോലെ തന്നെ ആ ഒരു നല്ല ഭംഗിയുള്ളൊരു മരമാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കണ്ടോ കുറേ ബോൾസൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. കുറേ നടന്നുകൊണ്ട് ഇനി കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഇവിടുന്ന് ഇരുന്നിട്ടുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എനിക്ക് ഇരിക്കാനൊരു മരം കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഞാൻ മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് അടിപൊളി ബീച്ച്, ഇപ്പുറത്ത് ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ ഇരുന്നാൽ. എൻ്റെ തൊട്ടപ്പുറത്ത് 2-3 കുട്ടികൾ ഈ കടലൊക്കെ കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന മരം കണ്ടോ, അതിൻ്റെ മുകളിൽ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഒരു യെല്ലോ കളറിലാണ് കേട്ടോ. ഇത് എന്ത് മരമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. പിന്നെ ഇതാ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു തെങ്ങും തോപ്പുണ്ട്. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു സ്പോട്ട്. ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. എനിക്കിങ്ങനെ സോളോ ആയി വരാനും അത് ആസ്വദിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ സോളോ ട്രാവൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫാമിലിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നെന്തായാലും ഞാൻ തനിച്ചാണ് വന്നിട്ടുള്ളത്. നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് ശീലിക്കുന്നത് നല്ലതല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. തിരൂർ വരുമ്പോൾ ഇനി അടുത്തൊരു ബീച്ചാണ് ഉണ്ണിയാൽ ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലം. അപ്പോൾ അവിടെ പോകാനാണ് നെക്സ്റ്റ് പ്ലാൻ കേട്ടോ. ഇന്നെന്തായാലും ഇനി നടക്കില്ല, കാരണം സമയം ഏകദേശം ഇപ്പോൾ ഈവനിങ് 3 മണിയായിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് ഗൈസ് ഇവിടെ കണ്ട ഒരു കൊക്ക് വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് ഞണ്ടിനെ പിടിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഗൈസ്. അപ്പോൾ ബൈ.